ഇന്ന് നമുക്ക് മലബാർ ഇതൾ പത്തിരി അല്ലെങ്കിൽ ഇതളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്. 1/2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 കപ്പ് ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയും, അതിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുക. 3 മണിക്കൂർ വരെ നമുക്കിത് കുതിർത്താനായി വെക്കാം. 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് കഴുകി ഊറ്റിയെടുത്ത അരിയാണിത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ചോറ്, ആവശ്യത്തിന് ഉപ്പ്, ചോറിൻ്റെ അളവ് കൂടിപ്പോകരുത്. പിന്നെ ഒരു മുട്ടയും വേണം. അപ്പോൾ ആദ്യം നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചോറ്, 2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതിലൊരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ടിത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിതരിപ്പ് പാടില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മാവ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേറെ വലുതുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബൗളിലും വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പാത്രത്തിൽ നെയ്യൊന്ന് തടവി കൊടുക്കാം. ഒരു സ്റ്റീമർ വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് ഈ പാത്രം വെക്കുക. നമുക്ക് ഇതിലേറെ വലുതുണ്ടെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് 2 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഈ അടപ്പ് തുറന്ന ഉടനെ നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അല്പം നെയ്യൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുക. ഇനി 2 തവി മാവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് അടച്ച് വെച്ച് 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന ഉടനെ തന്നെ നെയ്യ് നമ്മൾ തടവി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് നെയ്യ് തേച്ച് കൊടുക്കുക. ഇനി വീണ്ടും 2 തവി മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും നമുക്ക് 3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ എത്ര ലെയറാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോസസ്സ് തുടരാം. ഞാനിവിടെ 5 ലെയറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതൾ പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ട്രേയിലും വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ വെക്കുക. ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കിതൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നെയ്യ് തടവിയിട്ട് വീണ്ടും നമുക്ക് 2 തവി മാവ് ഒഴിക്കുക. ഇങ്ങനെ നമുക്ക് ഇതിലും കൂടുതൽ ലെയർ
ഇതൾ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെയറുള്ള ഇതൾ പത്തിരി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതളപ്പം ഇതൾ പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറേ ലെയറുകളായി നമുക്കിത് കാണാൻ കഴിയും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് ട്രേയിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതും കൂടെ നോക്കാം. ഇതും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൾ പത്തിരി അല്ലെങ്കിൽ ഇതളപ്പം ഇവിടെ റെഡിയായി. ഇത് വെറുതെ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചിക്കൻ കുറുമയോ മട്ടൻ കുറുമയോ ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.